പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദ്വീപികാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ കുറവുകളെയും എൻ്റെ ബലഹീനതകളെയും എൻ്റെ ഇല്ലായ്മകളെയും എല്ലാം ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദ്വീപികാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അനുവദിച്ച അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന്, കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ആരാധനയുടെ പുണ്യനിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ രക്ഷകനും നാഥനുമായവൻ, നമ്മുടെ നിലവിളി കേൾക്കുന്നവനുമായ ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് ഒരുപാട് ഭാരങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടാവാം. അതെല്ലാം ഈശോയുടെ വചനം കേൾക്കുമ്പോൾ അവിടെ നമ്മളെ ആശ്വസിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകൾക്കും അവിടുന്ന് ഉത്തരം നൽകും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈശോയുടെ മുമ്പിലേക്ക് ഒരു കാനാൻകാരി സ്ത്രീ കടന്നു വരുന്നുണ്ട്. അവളുടെ മകളെ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു. അവൾ ഈശോയെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര, കർത്താവേ, എന്നെ സഹായിക്കണമേ. എൻ്റെ മകളെ ഒരു പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നുവെന്ന് ആ സ്ത്രീ ഈശോയോട് പറയുകയാണ്. എന്നാൽ ഈശോ അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോവുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. ശിഷ്യന്മാർ ഈശോയോടായി അവളെ പറഞ്ഞയക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈശോ അവരോട് പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ കൂടുതൽ താഴ്മയോടെ ഈശോയുടെ മുമ്പിൽ വീണ് യാചിക്കാൻ, കർത്താവേ, എന്നെ സഹായിക്കണമേ. ഈശോ എപ്പോഴും പറയുന്നുണ്ട്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്ന്. യഹൂദ പാരമ്പര്യമനുസരിച്ച് വിജാതിയരെ നായ്ക്കൾക്ക് തുല്യമാണ് കരുതിയിരുന്നത്. ഈശോ ആ സ്ത്രീയെ അങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ നാട്ടിൽ നിന്നിരുന്ന വലിയൊരു ശൈലിയെ ഈശോ വീണ്ടും സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. പലപ്പോഴും പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ വാക്കുകൾ നമുക്ക് വേദനാജനകമായി തോന്നാം. അത്രമാത്രം കേണപേക്ഷിച്ചിട്ടും ഈശോയുടെ ഭാഗത്തു നിന്നും ഒരു സ്നേഹത്തിൻ്റെ ഒരു വാക്ക്, ഒരു കരുണയുടെ വാക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സ്ത്രീയോട് മറ്റൊരു രീതിയിൽ, കുറച്ചും കൂടെ പരുഷമായ രീതിയിൽ സംസാരിക്കുകയാണ്. അതായത് അന്നത്തെ ഒരു ശൈലി അനുസരിച്ച്, യഹൂദ പാരമ്പര്യമനുസരിച്ച് സ്ത്രീകളെ കരുതുന്ന ഒരു രീതി തന്നെയാണ് സംസാരിക്കുക, പ്രത്യേകിച്ച് വിജാതീയരോട്. എന്നാൽ ആ സ്ത്രീയുടെ വിശ്വാസം എത്ര വലുതായിരുന്നുവെന്ന് തുടർന്നു വരുന്നുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുക. അതേ കർത്താവെ, നായ്ക്കളും തങ്ങളുടെ യജമാനൻ്റെ മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഈശോ അത്ഭുതപ്പെടുകയാണ്. അത്ഭുത പ്രവർത്തകനായ ഈശോയുടെ മുമ്പിൽ ആ വിശ്വാസത്തിൻ്റെ ആഴം കണ്ട് ഈശോ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈശോ അവളെ നോക്കി പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ നിമിഷം അവളുടെ മകൾ സൗഖ്യമുള്ളവളായി മാറി. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഈ വചനഭാവം നമുക്ക് വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഈ ലോകം മുഴുവൻ നമ്മെ മാറ്റി നിർത്തുകയും നമ്മുടെ വേദനകളെ അവഗണിക്കുകയും ചെയ്താലും ഈശോ നമ്മുടെ നിലവിളി കേൾക്കുന്നുണ്ട് എന്ന് ഈ കാനാകാരി സ്ത്രീയെ പോലെ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ വിളിക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് ഉത്തരം പറയുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായ നിലവിളി അവിടുന്ന് കേൾക്കും. നമ്മൾ ആത്മാർത്ഥമായ പലരെ സ്നേഹിക്കുകയും സഹായിക്കുകയും അവരുടെ കൂടെയായിരിക്കുകയും ചെയ്യുമ്പോഴും അവരൊക്കെ നമ്മളെ തള്ളിപ്പറയുമ്പോൾ നമ്മുടെ മനസ്സ് നല്ലത് വേദനിക്കാറില്ലേ? നമ്മളേറ്റവും കൂടുതൽ ഉപകാരം ആർക്കു വേണ്ടി ചെയ്തോ അവരിൽ നിന്നും വേദനാജനകമായ കാര്യങ്ങളുണ്ടാകുമ്പോൾ
ഒരുപക്ഷെ നമ്മൾ തകർന്നു പോയെന്നിരിക്കാം. അങ്ങനെ തകർന്നു പോകുന്ന അവസരങ്ങളിൽ, മാറ്റി നിർത്തപ്പെടുന്ന അവസരങ്ങളിൽ, വേദനകളാൽ നമ്മൾ അവഗണിച്ചു മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ വേദനകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ, പരാജയപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇനി മുന്നോട്ടൊരു യാത്രയില്ല എന്ന് ചിന്തിക്കുന്ന സമയത്തൊക്കെ തമ്പുരാൻ്റെ ഈ വലിയ സ്നേഹത്തിലുള്ള ആഴമുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഈശോയുടെ മുമ്പിൽ നമുക്ക് ചെല്ലാനാണ് സാധിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥന അധികം കേട്ടു എന്ന് വരില്ല. വീണ്ടും വീണ്ടും നിർബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മേടിച്ചെടുക്കണം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം. വലിയ വലിയ ദുരിതങ്ങൾ പലപ്പോഴും നമ്മൾ സ്നേഹിച്ചതിൻ്റെ, ബഹുമാനിച്ചതിൻ്റെ, വളർത്തിയതിൻ്റെ, അംഗീകരിച്ചതിൻ്റെ, നമ്മുടെ സമയവും കഴിവുമൊക്കെ മാറ്റിവെച്ചതിൻ്റെ ആയിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കലിൽ നമുക്ക് തോന്നുന്നുണ്ടാവാം. എന്നാൽ ഈശോ നമ്മോട് പറയുന്നുണ്ട്, നിൻ്റെ വിശ്വാസം വരുന്നതാണെങ്കിൽ നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അത്രമാത്രം ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും വേദനകളും ഉണ്ടെങ്കിൽ പോലും അവിടെ നമ്മെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെല്ലാം നിയോഗങ്ങളുടെ പ്രാർത്ഥനയെ സമർപ്പിക്കാം. രോഗങ്ങളാൽ വേദനിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വലയുന്നവർ, ഒറ്റപ്പെട്ടു പോയവർ, തമ്പുരാനുസരിച്ച് പല തവണ പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹം ലഭിക്കുന്നില്ല എന്ന് വിഷമിച്ച് നടക്കുന്നവരെ അവരെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലതവണ തമ്പുരാനുമ്പിൽ പ്രാർത്ഥിച്ചു, പലതവണ. എന്നിട്ടും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ കാനാൻകാരി സ്ത്രീയെ പോലെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് തമ്പുരാൻ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഈശോയെ മറ്റുള്ളവർ കൊടുക്കുന്നത് പോലെ അതിലൊരംശമെങ്കിലും കർത്താവേ, നിൻ്റെ വിശുദ്ധർ, നിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർ, നിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിക്കുന്നവർ, അവർക്ക് നീ കൂടുതൽ അനുഗ്രഹം കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ അനുഗ്രഹങ്ങളുടെ ഒരു പൊടി, ഒരു തരിയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് ഈശോയെ നീ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പുണ്യത്തിൽ ജീവിക്കുന്നവരും നന്മയെ ജീവിക്കുന്നവരും സുഹൃതങ്ങൾ ജീവിക്കുന്നവരിലുമൊക്കെ ധാരാളം കൃപകൾ കടന്നു വരുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന കൃപയുടെ ഒരംശം, ഒരു പൊടി, ഒരു തരിയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്കും തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.